നമ്മുടെ ഇന്ത്യയിലെ ഭരണത്തിന്റെ അതിമികവ് കൊണ്ട് 90 രൂപയ്ക്ക് $1 കിട്ടുള്ളൂ. അത് പറയുമ്പോൾ രാജഭരണത്തെ ഇപ്പോഴും വാഴ്ത്തുന്ന ചില മനുഷ്യർ പറയും GDP 8%ഓളം കൂടിയെന്ന്. അപ്പോ ഇതിനെല്ലാം കൂടിയുള്ള ഒരു തരം ജനാധിപത്യ രാജ്യത്തിരുന്ന് പൊതുജനം എന്നുള്ള നിലയിൽ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം നമ്മുടെ രൂപയുടെ മൂല്യം 7% അധികമാണ് ഇടിഞ്ഞത്. മോദി സർക്കാരിന്റെ 10 വർഷത്തിനിടെ നമ്മുടെ കറൻസിക്ക് ഏകദേശം 35% മൂല്യമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ചിലർ പറയും ഏഷ്യയിലെ എല്ലാ കറൻസികളും ഇടിയുകയാണ്, ഡോളർ ശക്തമാകുന്നതാണ് കാരണം. എന്നാൽ ആ വാദം ശരിയല്ല. നിലവിൽ ഏഷ്യയിലെ പ്രധാന കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ഇന്ത്യൻ രൂപയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈന, തായ്ലൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ കറൻസികൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട്. ഈവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയ പാകിസ്ഥാന്റെ കറൻസിയുടെ ഇടിവ് പോലും ഏകദേശം 1.5% മാത്രമാണ്. ഇതിന് പിന്നിലെ അടിസ്ഥാന സാമ്പത്തിക കാരണം ഒന്നേ ഒന്നാണ്: ഒരു സാധനത്തിന് ആവശ്യം കുറയുമ്പോൾ വില കുറയും. ഇന്ത്യൻ രൂപയിലുള്ള വിദേശ നിക്ഷേപം കുറയുന്നതാണ് രൂപയുടെ ആവശ്യം കുറയാനുള്ള കാരണം. ഈ വർഷം മാത്രം ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റഴിച്ചത്. വ്യാപാര കരാറിലെ സ്ഥിരതയിലാണെങ്കിലും ട്രംപ് ഇന്ത്യൻ കയറ്റുമതിക്ക് 50% നികുതി ഏർപ്പെടുത്തിയതുമെല്ലാം വിദേശ നിക്ഷേപകരെ ഇന്ത്യയിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ്. രൂപയുടെ ഈ വീഴ്ച 90-ൽ അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. രൂപയുടെ മൂല്യം ഇടിയുന്നത് സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ക്രൂഡ് ഓയിലാണ്. 2000-ൽ ഒരു ബാരൽ ഓയിലിന് $30 വിലയുണ്ടായിരുന്നു. അന്ന് ഡോളർ വില 43 ആയിരുന്നുവെങ്കിൽ നമുക്ക് ഒരു ബാരലിന് 1290 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ബാരലിന് $73 ആണ് വിലയെങ്കിൽ പോലും ഡോളറിന്റെ വില 90 രൂപ ആയതിൽ നമ്മൾ 6570 രൂപ നൽകേണ്ടി വരും. ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടും. ഇത് ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ വർദ്ധിപ്പിക്കും. അതിന്റെ ഫലമായി നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. രൂപ വീണാൽ വില കൂടും. പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവർ തന്നെ ആയിക്കൊണ്ടിരിക്കും. രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടും നമ്മുടെ ഭരണപക്ഷവാദികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്: റിയൽ GDP 8.2% വളർന്നുവെന്നാണ് അവരുടെ വാദം. അതായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ചാ നിരക്ക്. എന്നാൽ നമ്മുടെ സാമ്പത്തിക കണക്കുകളുടെ നിലവാരത്തെക്കുറിച്ച് അന്താരാഷ്ട്ര നാണയനിധി IMF ഒരു പ്രധാന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് IMF നൽകിയിട്ടുള്ളത് ഗ്രേഡ് C ആണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാലഹരണപ്പെട്ട GDP കണക്കാക്കൽ വ്യവസ്ഥ കൊണ്ടാണ്. അതായത് GDP കണക്കാക്കാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് 2011-12 അടിസ്ഥാനമാക്കിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സാമ്പത്തിക ഘടനയെ ഈ കണക്ക് കൃത്യമായി പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, വ്യവസായിക ഉൽപാദന വിലകൾ കൃത്യമായി കണക്കാക്കാൻ മൊത്തവില സൂചികയ്ക്ക്, അതായത് WPI പ്രകാരം ഉൽപാദക വില സൂചിക PPI ഉപയോഗിക്കാനാണ് IMF നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അതായത് ഈ 8.2% കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വില സൂചിക കറക്റ്റ് അല്ല. ഇതൊക്കെ വളർച്ചാ കണക്കുകളുടെ കൃത്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ്. ഈ പോരായ്മകളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ GDP വളർച്ചയുടെ കണക്കുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി IMF C ഗ്രേഡ് തന്നത്. ഇനിയൊരു രക്ഷ എന്ന് പറയുന്നത് മതരാഷ്ട്രീയവും കുടുംബരാഷ്ട്രീയവും ഒക്കെ മാറ്റി വെച്ചിട്ട് 1-2 വ്യക്തികളുടെ കുത്തുക മാത്രമാക്കി രാജ്യത്തെ വെക്കാതെ അല്ലെങ്കിൽ എഴുതി കൊടുക്കാതെ എല്ലാവർക്കും വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്.